ഓം നമോ ഭഗവതി വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ 5 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 6-7 ശ്ലോകങ്ങൾ നോക്കാം. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാ ഇച്ഛാദ്വേഷസുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതി ഏതത് ക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. മഹാഭൂതാനി അഹങ്കാര ബുദ്ധിർ അവ്യക്തം ഏവച. മഹാഭൂതാനി എന്ന് പറഞ്ഞാൽ മഹാഭൂതങ്ങൾ, അതായത് പഞ്ചഭൂതങ്ങൾ. അഹങ്കാരം, ഞാനെന്ന ഉണ്മ. ബുദ്ധി, അവ്യക്തം എന്ന് പറഞ്ഞാൽ മൂലപ്രകൃതി. ഇവയും ദശ ഏകം ച ഇന്ദ്രിയാണി, 11 ഇന്ദ്രിയങ്ങളും. ദശ ഏകം എന്ന് വെച്ചാൽ 11 ഇന്ദ്രിയങ്ങളും. പഞ്ച ഇന്ദ്രിയ ഗോചരാച, 5 ഇന്ദ്രിയ വിഷയങ്ങളും. ഇച്ഛ, ദ്വേഷ, സുഖം, ദുഃഖം. ഇച്ഛ അതായത് ആഗ്രഹം, അതായത് രാഗം. ദ്വേഷം, സുഖം, ദുഃഖം. ചേതന, ധൃതി. ചേതന എന്ന് വെച്ചാൽ ജീവചൈതന്യം. ധൃതി എന്നാൽ ധൈര്യം. ഏതത് സമാസേന സംഘാതം, ഇവയെല്ലാം വേണ്ട വിധത്തിൽ കൂടിച്ചേർന്നതാണ്. സവികാരം ക്ഷേത്രം, വികാരങ്ങളോട് കൂടിയ ക്ഷേത്രം. വികാരങ്ങളോട് കൂടിയതെന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾക്ക് വിധേയമായ ക്ഷേത്രം അഥവാ ശരീരം. ഉദാഹൃതം എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങൾ, അഹങ്കാരം, ബുദ്ധി, മൂലപ്രകൃതി, 11 ഇന്ദ്രിയങ്ങൾ, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, രാഗം, ദ്വേഷം, സുഖം, ദുഃഖം, ജീവചൈതന്യം, ധൈര്യം. ഇവയെല്ലാം വേണ്ട വിധത്തിൽ കൂടിച്ചേർന്നതാണ് വികാരങ്ങളോടുകൂടിയ ഈ ശരീരം, അതായത് മാറ്റങ്ങൾക്ക് വിധേയമായ ഈ ശരീരം എന്ന് പറയുന്നത്. മഹാഭൂതങ്ങൾ എന്ന് പറയുന്നത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെയാണ്. ഈ പഞ്ചഭൂതങ്ങളാലാണ് ഈ പ്രകൃതി മുഴുവനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, മനുഷ്യ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാം. അവ്യക്തം എന്നത് ത്രിഗുണാത്മകമായ മൂലപ്രകൃതിയാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ ബാഹ്യപ്രകൃതിയുണ്ട്, മൂലപ്രകൃതിയുണ്ട്. ബാഹ്യപ്രകൃതി നമുക്ക് കാണാവുന്നത്. മൂലപ്രകൃതി എന്ന് പറഞ്ഞാൽ അതിന് കാരണമായ അദൃശ്യമായ ആ പ്രകൃതിയുടെ ഭാവം. അതാണ് അവ്യക്തം എന്ന് പറയുന്നത്. സാഖ്യദർശനപ്രകാരം 2 തരം അസ്തിത്വങ്ങളെ ഈ പ്രപഞ്ചത്തിലുള്ളൂ, പ്രകൃതിയും പുരുഷനും. രണ്ടും പരമാത്മാവിൻ്റെ ഭാവങ്ങളാണ്. ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെയുള്ളതാണ് പ്രകൃതിയും പുരുഷനും. അത് നിത്യവുമാണ്, ഒരിക്കലും മാറ്റമില്ലാത്തതും ആണ്. എന്നാൽ പ്രകൃതിക്ക് വികാരമുണ്ട്, അത് പരിണാമവിധേയമാണ്. ഈ ബാഹ്യപ്രകൃതിക്ക് അത് പരിണാമവിധേയമാണ്. ഈ പരിണാമവിധേയമായിട്ടുള്ളതിനെയാണ് വികാരമുള്ളത് എന്ന് പറയുന്നത്. എന്നാൽ പുരുഷൻ അവികാരിയാണ്, ഒരിക്കലും
മാറ്റമില്ലാത്തതാണ്. ഈ പരിണാമത്തിന് വിധേയമാകാത്തതാണ് പുരുഷൻ. അഗോചരമായ മൂലപ്രകൃതിയിൽ നിന്ന് ആദ്യം ബുദ്ധിതത്വം ഉണ്ടാകുന്നു. ബുദ്ധിയിൽ നിന്ന് അഹങ്കാരവും, അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹം എന്ന ആ ഒരു ബോധം, ഞാൻ എന്ന ഒരു തിരിച്ചറിവ്, ആ ഒരു ഉണ്മ, അസ്തിത്വബോധം, അതാണ് അഹങ്കാരം. അല്ലാതെ നമ്മൾ പറയുന്ന പോലെ അവൻ അഹങ്കാരിയാണ് എന്ന് പറയുന്ന അഹങ്കാരമല്ല. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ഒരു തിരിച്ചറിവ്, അസ്തിത്വബോധം, ഞാൻ എന്ന ഒരു ഉണ്മയുണ്ട് എന്നുള്ള ബോധം, അതാണ് അഹങ്കാരം. അഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടാകുന്നു. ഒരേ സമയം ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവുമാണ് മനസ്സ്. അത് 11ാമത്തെ ഇന്ദ്രിയം എന്ന് പറയപ്പെടുന്നു. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ഇതാണ് 11 ഇന്ദ്രിയങ്ങൾ. മനനം ചെയ്ത് പുതിയ അറിവുകൾ തേടുന്ന മനസ്സ് ജ്ഞാനേന്ദ്രിയമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ വഴി ലഭിക്കുന്ന അറിവ് സ്വീകരിച്ച് പ്രവൃത്തികളാക്കി മാറ്റുന്ന മനസ്സ് കർമ്മേന്ദ്രിയവുമാണ്. ഒരേ സമയം ജ്ഞാനേന്ദ്രിയവുമാണ് കർമ്മേന്ദ്രിയവുമാണ് മനസ്സ്. തീരുമാനങ്ങൾ എടുക്കുന്നത് ബുദ്ധിയാണ്. 10 ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്, ഇതാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. കർമ്മേന്ദ്രിയങ്ങൾ കൈകൾ, കാലുകൾ, വാക്ക്, ഉൽപ്പാദനേന്ദ്രിയം, വിസർജനേന്ദ്രിയം എന്നിവ ചേർന്നതാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് ഗോചരമാകുന്ന വിഷയങ്ങളെയാണ് പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നത്. അതായത് ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്, ഇവ കൊണ്ട് ഗോചരമാകുന്ന, ഇവ കൊണ്ട് സ്വാംശീകരിക്കുന്ന ആ വിഷയങ്ങളെയാണ് പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നത്. അതായത് ശബ്ദ, രൂപ, രസ, ഗന്ധ, സ്പർശങ്ങൾ. ശബ്ദം കേൾവി എന്ന അനുഭവത്തെ ഉണ്ടാക്കുന്നു. രൂപം കാഴ്ച എന്ന അനുഭവത്തെ ഉണ്ടാക്കുന്നു. രസം സ്വാദ് അറിയുന്നു. ഗന്ധം ഘ്രാണിക്കുന്ന ആ ഇന്ദ്രിയം. സ്പർശം തൊട്ടറിയുന്നവ. അപ്പോൾ ഈ ശബ്ദ, രൂപ, രസ, ഗന്ധ, സ്പർശങ്ങളാണ് പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നത്. ഇവയെ അറിയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. ഇവയാണ് പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മഭാവങ്ങളാണിവ. പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മഭാവങ്ങളാണ് ഈ പഞ്ചതന്മാത്രകൾ. രാഗ, ദ്വേഷ, സുഖ, ദുഃഖാദികൾ മനസ്സുകൊണ്ട് അറിയുന്ന ഗുണവിശേഷങ്ങളാണ്. മനസ്സുകൊണ്ട് അറിയുന്ന ഗുണങ്ങളാണിവ. ഏതൊക്കെ? രാഗം, ദ്വേഷം, സുഖം, ദുഃഖം എന്നിവയൊക്കെ. സംഘാതം എന്നത് ഒന്നിലധികം തത്വങ്ങളുടെ സംയോഗഫലമുണ്ടാകുന്ന വസ്തുക്കളാണ്. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ സംഘാതം സംഭവിക്കുമ്പോൾ, കോമ്പിനേഷൻ ഒത്തുചേരുമ്പോൾ ആണ് ശരീരമുണ്ടാകുന്നത്. ചേതന എന്ന് പറഞ്ഞാൽ ജീവലക്ഷണമാണ്. ചൈതന്യം, ജീവൻ എന്ന് പറയുന്നതാണ് ചേതന. അവ്യക്തമായ മൂലപ്രകൃതിയുടെ വികാരങ്ങളാണ്, അഥവാ അതിൻ്റെ പരിണാമങ്ങളാണ് ബുദ്ധി, അഹങ്കാരം, മനസ്സ്, 10 ഇന്ദ്രിയങ്ങൾ, ഇതെല്ലാം ചേർന്നത്. അതായത് മൂലപ്രകൃതി ആണ്. ഈ ഭാവങ്ങളെല്ലാം ചേരുന്നതാണ് മൂലപ്രകൃതി. നമ്മൾ പറഞ്ഞല്ലോ, പ്രകൃതിക്ക് 2 ഭാവങ്ങളുണ്ട്, മൂലപ്രകൃതിയും ബാഹ്യപ്രകൃതി. മൂലപ്രകൃതി നമുക്ക് കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, അഗോചരമാണത്. ബാഹ്യപ്രകൃതിയാണ് നമ്മൾ കാണുന്നതും തൊടുന്നതുമെല്ലാം. അപ്പോൾ ഈ മൂലപ്രകൃതിയുടെ പരിണാമഭാവങ്ങളാണ് ബുദ്ധി, അഹങ്കാരം, മനസ്സ്, ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മതലങ്ങൾ. മൂക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറത്ത് കാണുന്ന മൂക്ക് എന്ന് പറയുന്ന സാധനമല്ലല്ലോ. അതിന് ആ ഘ്രാണിക്കുന്ന, ആ ഘ്രാണം അറിയുന്ന ഒരു ഇന്ദ്രിയം ഉള്ളിലുണ്ട്. അതുപോലെ കാഴ്ച എന്ന് പറയുന്നതും പുറത്ത് കാണുന്ന കണ്ണിലൂടെ അല്ലല്ലോ. കണ്ണ് എന്ന് പറയുന്നത് ശരിക്കും കാഴ്ച അനുഭവപ്പെടുന്നത് ഉള്ളിലാണ്. അത് അതിൻ്റെ സൂക്ഷ്മഭാവമാണ്. അപ്പോൾ ഈ ബുദ്ധി, അഹങ്കാരം, മനസ്സ്, ഈ ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മതലം
ഇവ ചേരുമ്പോഴാണ് ഈ മൂലപ്രകൃതി എന്ന് പറയുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ, അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, അതുപോലെ 5 കർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചതന്മാത്രകൾ, അതായത് ഓരോ വിഷയങ്ങൾ, ഈ ഇന്ദ്രിയങ്ങൾ വഴി നാം അനുഭവിക്കുന്ന വിഷയങ്ങൾ, അതാണ് ഈ പഞ്ചതന്മാത്രകൾ. നമ്മൾ പറഞ്ഞില്ലേ, ശബ്ദ രൂപ രസ ഗന്ധ സ്പർശങ്ങളാകുന്ന ഈ വിഷയങ്ങൾ, ഇവയെല്ലാം ചേരുന്നതാണ് മൂലപ്രകൃതി. ഇവയൊന്നും തൊട്ടറിയാനോ കണ്ടറിയാനോ സാധിക്കുന്ന ഭാവങ്ങളല്ല. എന്നാൽ പഞ്ചഭൂത നിർമ്മിതമായ ശരീരമാണ് ഇന്ദ്രിയ ഗോചരമായ ബാഹ്യപ്രകൃതി. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം അത് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമാണ്. നമുക്ക് കാണാം, തൊടാം, അങ്ങനെയുള്ളതാണ് ബാഹ്യപ്രകൃതി. ഒന്ന് മൂലപ്രകൃതി, ഒന്ന് ബാഹ്യപ്രകൃതി. മൂലപ്രകൃതിയെ സൂക്ഷ്മ ശരീരമെന്നും ബാഹ്യപ്രകൃതിയെ സ്ഥൂല ശരീരമെന്നും പറയുന്നു. അതാണ് സൂക്ഷ്മ ശരീരവും സ്ഥൂല ശരീരമെന്ന് പറയുന്നത്. പ്രകൃതിയും അതിൻ്റെ മേൽപ്പറഞ്ഞ 23 വികാരങ്ങളും പുരുഷനും ചേർന്ന് 25 തത്വങ്ങളുണ്ടെന്നാണ് സാഖ്യദർശനം പറയുന്നത്. ഏതൊക്കെയാണ് 25? ഒന്ന് പഞ്ചഭൂതങ്ങൾ, പഞ്ചതന്മാത്രകൾ, ആ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മമായ ഭാവം, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പ്രകൃതി, പുരുഷൻ. ഇതാണ് 25 തത്വങ്ങൾ. ഈ 25 തത്വങ്ങളുടെ ഭാവമാണ് ഈ പ്രപഞ്ചം മുഴുവനും. സാഖ്യദർശനം അനുസരിച്ച് 25 തത്വങ്ങളുണ്ട് എന്ന് പറയുന്നത് ഇതാണ്. മൂലപ്രകൃതിയുടെ വികാരങ്ങളും, വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ പരിണാമങ്ങൾ, ബാഹ്യപ്രകൃതിയുടെ ഭാവങ്ങളും ചേർന്നുണ്ടാകുന്ന ശരീരമാണ് ക്ഷേത്രം. അപ്പോൾ ഈ മൂലപ്രകൃതിയുടെ വികാരങ്ങളും ബാഹ്യപ്രകൃതിയുടെ ഭാവങ്ങളും, മൂലപ്രകൃതിയും ബാഹ്യപ്രകൃതിയും ഇത് രണ്ടും ചേരുമ്പോഴാണ് ശരീരം എന്ന ക്ഷേത്രം ഉണ്ടാകുന്നത്. അതിലെ ചേതനയാണ് പുരുഷൻ അഥവാ ജീവാത്മാവ് അഥവാ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ 2 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട, ശരിക്കും പഠിക്കേണ്ട 2 ശ്ലോകങ്ങളാണ് ഇത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.